ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അർജുന് റാണിയുടെ പെരുമാറ്റത്തിൽ ഉറപ്പിച്ചു, ഇതെൻ്റെ പൂജയല്ല എന്ന് ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇനി കിരണിനോട് കാര്യങ്ങൾ വ്യക്തമാക്കാം, കിരണിനോട് കാര്യങ്ങൾ ചെന്ന് പറയാം എന്ന് അർജുൻ തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ കിരണിനെ കാണണമെന്ന് പറയാണ്. എന്നാൽ ഈ സമയം റാണിക്കുള്ളിലാണെങ്കിലോ, ഈശ്വര, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുകയാണ് ഇനി നല്ലത്, പതുക്കെ അങ്ങ് മുങ്ങാം. കാരണം ഇനി എന്നെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഇവരെന്നെ കൊണ്ട് പറയിപ്പിക്കും. ഇയാളുടെ സ്വഭാവം പുറത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹേമചന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പിടികൊടുക്കരുത്, ഞാൻ ഇവിടുന്ന് അങ്ങ് മുങ്ങാം, ആ പൂജയെ അങ്ങ് കൊല്ലാം, പിന്നെ പറഞ്ഞ പണം എനിക്ക് വാങ്ങാലോ എന്നുള്ള ആ ഒരു തീരുമാനമാണ് കേട്ടോ. എന്നാൽ അമ്പലത്തിൽ വെച്ച് കണ്ട ഒരു തൻ്റെ അമ്മയെ നേരിട്ട് കാണുമ്പോൾ റാണിക്ക് ഒരുപാട് സന്തോഷമാവണം കേട്ടോ. എൻ്റെ പെറ്റമ്മയാണല്ലോ ഈശ്വര അത് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ റാണി തൻ്റെ അമ്മയെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഈ സമയം ഒരുപക്ഷെ എൻ്റെ അമ്മ എന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ പൂജയെ പോലെയുള്ള ഒരു മകളെയാണോ എൻ്റെ അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടാവുക, ചട്ടമ്പിയായ എന്നെ അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയാവുമ്പോൾ വേണ്ട സിമ്പതി വേണ്ട, ഇപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം എന്തായാലും ഇവളെ കൊന്നിട്ടാണെങ്കിലും എൻ്റെ അമ്മയുടെ മുന്നിലോട്ട് ഞാൻ പോവാം എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കണം കേട്ടോ. അങ്ങനെ കിരണും അർജുനും തമ്മിൽ കണ്ടുമുട്ടാണ്. അങ്ങനെ കിരണിനോട് അർജുൻ പറയാണ്, കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് നടന്നിരിക്കുന്നത്. എന്താ എന്ന് പറയുമ്പോൾ ഹേമചന്ദ്രനെ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, അയാളെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴിവിടെ വേറൊരു പ്രശ്നം വന്നിരിക്കുന്നു. എന്ത് പ്രശ്നം എന്ന് പറയുമ്പോൾ അർജുൻ പറയാണ്, നമ്മുടെ അടുത്തോട്ട് പൂജയായി വന്നിരിക്കുന്നത് അത് പൂജയല്ല, അത് റാണിയാണെന്ന് പറഞ്ഞ ഉടനെ കിരൺ പറയും, അതെന്നോ എനിക്ക് മനസ്സിലായിരുന്നു, പക്ഷേ ഞാൻ അതിൻ്റെ അന്വേഷണത്തിലായിരുന്നു. അപ്പോൾ ഉടൻ തന്നെ എനിക്കെങ്ങനെ മനസ്സിലായി, അന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് അവളെ ചോദ്യം ചെയ്തില്ലേ, അവളെ ചോദ്യം ചെയ്യുമ്പോൾ അവൾ ഓരോന്നിനും അതിൻ്റേതായ ന്യായങ്ങളാണ് പറയുന്നത്. എന്നാൽ പൂജയായിരുന്നെങ്കിൽ അങ്ങനെയല്ല, പൂജയെ ചോദ്യം ചെയ്ത് പലതും നമുക്ക് അവളിൽ നിന്ന് പഠിക്കാൻ കിട്ടും. പക്ഷേ ഇവൾ തർക്കുത്തരം പറയുന്നതും ഇവൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. നിൻ്റെ പൂജ അങ്ങനെ ആയിരുന്നെന്ന് പറയുമ്പോൾ അർജുന് തെറ്റുകൾ പറ്റണം കേട്ടോ. ഈ സമയം ഇനി എന്ത് ചെയ്യും എൻ്റെ പൂജയെ കണ്ടെത്താൻ എന്ന് പറഞ്ഞ ഉടനെ ഹേമചന്ദ്രൻ എവിടെയെന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അയാളുടെ മൊബൈൽ ഓഫിലാണ്, അതുകൊണ്ട് തന്നെ അയാൾ എവിടെയെന്ന് അറിയില്ല. അതുകൊണ്ട് ഇനി ഒരേ ഒരു വഴിയുള്ളൂ എന്ന് പറയുമ്പോൾ റാണിയെ പിന്തുടരുക എന്നുള്ളതാണ്. റാണിയെ പിന്തുടരുക എന്നുള്ളത് തന്നെയാണ് വഴി. അവൾക്കറിയാം ഹേമചന്ദ്രൻ എവിടെയാണെന്നും പൂജ എവിടെയാണെന്നും. അതുകൊണ്ട് പൂജയെ പോലെ ഇവിടെ ഈ വീട്ടിലുള്ളവരെ എല്ലാവരെയും പരിചയപ്പെടുത്തി അവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾക്കറിയാം നമ്മുടെ പൂജ എവിടെയുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ പൂജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ, ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയാനിട്ടോ. അങ്ങനെ കിരൺ പറയാണ്, അർജുൻ നീ സമാധാനപ്പെടുക, നീ ടെൻഷൻ ആവേണ്ട, എന്തായാലും നീ പേടിക്കണ്ട എന്നുള്ള ആ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് മനസ്സിന് ആശ്വാസമാവുകയാണെങ്കിലും തൻ്റെ പൂജയെ കാണാൻ അർജുൻ ഇങ്ങനെ കണ്ണുകൾ വിതുമ്പാണ് കേട്ടോ, നെഞ്ചിങ്ങനെ തുടിക്കുകയാണ്. ഇതേ സമയം റാണിയാണെങ്കിലോ വീട്ടിൽ വരുമ്പോൾ അർജുൻ്റെ ഓരോ പെരുമാറ്റവും റാണിയുടെ ഓരോ കള്ളത്തരം അർജുൻ പിന്നാലെ നിൽക്കുന്നു. അർജുൻ ഓരോന്നും കണ്ടുപിടിച്ച് ഓരോന്ന് അത് വേണ്ടോ ഇത് വേണ്ടടോ, ഇന്നലത്തെ കുടിയുടെ അതേ ആ ഒരു സീന് അർജുൻ പറയാണ്. അതായത് ഇനിയിപ്പോൾ കുടിക്കുന്നില്ലെങ്കിൽ പാലിലാവാം ഇയാൾക്ക് ഉറക്ക ഗുളിക കൊടുക്കൽ, അല്ലെങ്കിൽ ഇയാൾ കിടന്നുറങ്ങിയില്ലെങ്കിൽ അത് എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെ റാണി പാലുമായി അർജുൻ്റെ മുന്നിലോട്ട് വരികയാണ്. എന്നാൽ അർജുൻ ആണെങ്കിലോ ഇവളുടെ കയ്യിൽ നിന്നും ഒന്നും കുടിക്കാൻ പറ്റില്ല, തൻ്റെ ജീവൻ പോകുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുന്ന അർജുൻ പറയണേ, എനിക്ക് വേണ്ടടോ, താൻ കുടിച്ചോ, തനിക്കാണ് ക്ഷീണം എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുമ്പോൾ തീർച്ചയായും സ്നേഹസദനത്തിൽ പോയതിനു ശേഷം ഇയാൾക്ക് നല്ല മാറ്റമുണ്ട്. അപ്പോൾ അത് തന്നെ ഇയാൾ ഞാനില്ലെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. ആ റാണിയായി എൻ്റെ അമ്മയുടെ അടുത്ത് അവൾ വാഴുന്നുണ്ടെങ്കിൽ അത് പാടില്ല, അവളെ കൊല്ലണം, എന്നിട്ട് നന്ദഗോപന് തിരിച്ചടി കൊടുക്കണം, എന്നിട്ട് എൻ്റെ അമ്മയുടെ കൂടെ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി എനിക്ക് ജീവിക്കണം. അമ്മ പൂജയെ പോലെ ഒരു മകളെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും അതുപോലെ ഒരു മകളാവണം. കാരണം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കണ്ണീരുകൾ കുടിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ റാണി ചിന്തിച്ച് കൂട്ടണം കേട്ടോ. അങ്ങനെ പിന്നീട് ഒന്നും നോക്കില്ല, റാണി നേരെ പോവാണ്. അങ്ങനെ പൂജയെ തട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട് അരവിന്ദനും അഭിഷേക് കേട്ടോ. പക്ഷെ അവരൊക്കെ അവിടെ വീഴ്ത്തിയിട്ടിട്ട് അങ്ങ് പൂജയെ റാണി കൊണ്ടുപോവാണ്. ഈ സമയം അരവിന്ദനോട് അഭിഷേക് പറയാണ്, ഇപ്പോൾ എന്തായി അച്ഛാ, ഞാൻ പറഞ്ഞത് എന്തായി, പല തവണകളായി നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്ന കാര്യമാണ്, അതവളല്ല, ഇത് വേറെ ഏതോ ഒരു പെണ്ണാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇവിടെ വന്നത് റാണിയല്ല, ഇതാണ് യഥാർത്ഥത്തിൽ റാണി, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, ആ നാടിനെയും ആ ആളുകളെയൊക്കെ വെറുപ്പിച്ച് നിർത്തുന്ന റാണി ഇതാണ്.
ഇവളെ നേരിടാൻ ആർക്കും കഴിയില്ല. ഇപ്പം എന്തായി എന്ന് പറയുമ്പോൾ അവിടെ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്താണ് തനിക്ക് പറയേണ്ടതെന്നറിയാതെ ആ അടിയും തന്നെ ചവിട്ടി താഴെ ഇട്ടതൊക്കെ കാണുമ്പോൾ തനിക്ക് തന്നെ പേടിയായിട്ട് അരവിന്ദൻ ആ ഷോക്കിൽ നിൽക്കുമ്പോൾ തൻ്റെ മകളെ കാണാത്ത ആ വേദനയോടും വിതുമ്പലോടും കൂടി അഞ്ജന പൊട്ടിക്കരയാണ് കേട്ടോ. എന്നാൽ ഈ സമയം അഞ്ജന കുറ്റപ്പെടുത്തുന്നത് ഇവരെ ആയിക്കൂട്ടോ. എന്നിട്ട് പറയാണ്, എൻ്റെ മകളെ നിങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയതാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ മകളെ കൊണ്ട് ഇന്നലെ ഒപ്പിടാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇനി ഞാൻ കേസുമായി മുന്നോട്ട് പോകും. നിങ്ങളെ രണ്ടാളെ കൊണ്ട് അഴിയെണ്ണിപ്പിക്കുമെന്ന് പറയുമ്പോൾ അരവിന്ദൻ പറയും, ഞങ്ങളെല്ലാം മാറ്റിയതെന്നൊക്കെ പറയുമ്പോഴും അതൊന്നും വിശ്വസിക്കാൻ അഞ്ജന തയ്യാറാവുന്നില്ല കേട്ടോ. അങ്ങനെ അഞ്ജന അലക്സിന് വിളിക്കാൻ തൻ്റെ ഏട്ടനൊന്ന് വന്നെങ്കിൽ തൻ്റെ ഏട്ടനോട് സങ്കടം പറയായിരുന്നു എന്ന് കരുതി അലക്സിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ അലക്സ് പറയും, എനിക്കറിയില്ല, ഹേമചന്ദ്രൻ എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല എന്ന് പറയാനിട്ടാ. അങ്ങനെ പൂജയെ കൊണ്ടുവന്ന് പൂജയെ കൊല്ലാമെന്ന് റാണി വിചാരിക്കുമ്പോൾ റാണിയുടെ പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ചും കൊണ്ട് അർജുനും വസന്തനും കിരണും എത്തി അവരെ രക്ഷിക്കൂട്ടോ. അങ്ങനെ റാണിയെ വേണ്ട വിധത്തിൽ അർജുൻ തന്നെ കൈകാര്യം ചെയ്യാണ്. പക്ഷേ പൂജയാണെങ്കിലോ അപ്പോഴും പൂജക്ക് ഓർമ്മ കിട്ടില്ല. പൂജ തൻ്റെ ഭർത്താവാണ് ഈ നിൽക്കുന്ന അർജുൻ എന്ന് മനസ്സിലാവില്ല. അങ്ങനെ പൂജ തൻ്റെ വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോവാണ്. പക്ഷേ റാണിയാണെങ്കിലോ പൂജയ്ക്ക് ഓർമ്മ കിട്ടുന്നത് വരെ താൻ ഇനി മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. മാധവിയുടെ അച്ചമ്മയുടെ അരുണിമയുടെ അടുത്തൊക്കെ തന്നെ നിൽക്കുകയാണ്. അതും അർജുനൊപ്പം നിന്നിട്ട് ഹേമചന്ദ്രനെ ഇനി എതിരേക്കായി കളിക്കുകയാണ് കേട്ടോ ചെയ്യുക. പക്ഷേ ഇതൊക്കെ സത്യങ്ങൾ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ റാണിക്ക് തന്നെ ഇത്രയും കാലം താൻ ചെയ്ത തെറ്റായി പോയി എന്നൊരു കുറ്റബോധം തോന്നും. ഇതിനിടയ്ക്ക് ഇനി വേറൊരു കഥ ഇനി അറിയാനിരിക്കുന്നു. അപ്പോഴായിരിക്കും അഞ്ജന ഇനി ആ സത്യം അറിയാൻ പോകുന്നത് കേട്ടോ. എന്തായാലും ഇതിലൊരു വില്ലൻ ഇരിക്കുന്നുണ്ട്. ആ വില്ലൻ ആരാണെന്ന് ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല. ഒരു വില്ലനും കൂടി വരാനുണ്ട്. അരുണിമയുടെയും അതുപോലെ നന്ദൻ്റെയും മക്കളായിരിക്കും ഈ റാണിയും പൂജയും. അഞ്ജനയുടെ മകൾ എന്നുള്ളത് അത് മരണപ്പെട്ടു എന്നുള്ളത് സത്യം തന്നെയാണ്. അങ്ങനെയാണ് റീമേക്കിൽ ഓടിയിട്ടുള്ളത്. ഇനി ഇവിടെ വ്യത്യാസമുണ്ടാവുമോ എന്ന് അറിയില്ല. കാരണം രണ്ടമ്മയ്ക്ക് ജനിക്കുന്ന മക്കൾ ഒരേ മുഖഛായം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ കഥയുണ്ടാവും. റീമേക്കിൽ കഥയുണ്ട്. ഇനി മലയാളത്തിൽ കൊണ്ടുവരുമെന്ന് നമുക്ക് കാത്തിരിക്കാം. യഥാർത്ഥ വില്ലൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഹേമചന്ദ്രൻ ഇനി കുറ്റബോധം കൊണ്ട് നന്ദഗോപൻ്റെ മുന്നിൽ കെഞ്ചിക്കരയുന്ന ആ കിടിലൻ സീനുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇനി അടിപൊളി രംഗങ്ങളാണ് ഇത് കഴിഞ്ഞാൽ. റാണി ശ്രീകുട്ടൻ വിചാരിച്ചതുപോലെ തന്നെ നല്ല സ്ത്രീത്വമുള്ള ആ ഒരു പെണ്ണായി തന്നെ, ഒരു കുടുംബിനിയായി തന്നെ എല്ലാം കൊണ്ടും യോജിച്ച ഒരു പെണ്ണായി നന്ദഗോപൻ്റെയും അരുണിമയുടെയും കൂടെ നിൽക്കുകയും അതുപോലെ തന്നെ ശ്രീകുട്ടനെ കല്യാണം കഴിക്കുകയും താൻ ഇത്രയും നാളും തൻ്റെ കുടുംബത്തിനോട് ചെയ്തത് വളരെ തെറ്റായിരുന്നു എന്ന കുറ്റബോധത്തിൽ റാണി ഇനി പൂജയെ പോലെ നല്ലൊരു പെണ്ണായി തീരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഉള്ള എപ്പിസോഡുകൾ ഒന്നൊന്നിന് മുകളിൽ തന്നെ ആയിരിക്കട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അപ്കമിങ് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.